നമസ്കാരം. അല്ല മമ്മാലിയോ എപ്പോ വന്നു? ഞാൻ രാവിലത്തെ വണ്ടിക്ക് വന്നു. ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്. മമ്മാലി ഉച്ച കഴിഞ്ഞ് ഓഫീസിലേക്ക് വരും. നമുക്ക് അവിടെ സംസാരിക്കാം. അത് വാങ്ങിച്ചോളൂ. ഞാനിന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാം ശരിയാക്കാം. സാറാ, അമ്പലത്തിനടുത്ത് പള്ളിമണിയും തിറക്കാൻ സാറും തീർത്തു തരണം. സാധിക്കില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അച്ഛന്മാരുടെ താളത്തിന് തുള്ളാൻ എന്നെ കിട്ടില്ല. തനിക്കെന്തായിട്ട് നിർബന്ധം? അവർ നേരിട്ട് വരട്ടെ, അപ്പൊ ആലോചിക്കാം. നമസ്കാരം സാർ. ഇവന്റെ കാര്യം ഞാൻ മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്. പോയി കണ്ടാ മതി. ശരി സാർ. അല്ല, ഇതാര് കോശിയോ? വാ വാ. എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? താൻ ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നു. അതല്ലേ ഞാൻ വന്നത്. വാ. തനിക്ക് ധൃതിയൊന്നുമില്ല? ഒരു ധൃതിയുമില്ല. 10 മണി ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ എത്തിക്കോളാം. റെസ്റ്റർ. ചേട്ടൻ പോയിട്ട് വരൂ. ശേഖരൻകുട്ടിയില്ലേ ഇവിടെ? എനിക്ക് അയാളെ ഒന്ന് കാണണം. അവൻ അകത്തുണ്ടായിരുന്നല്ലോ. ശേഖരൻകുട്ടി, ശേഖരൻകുട്ടി. അല്ല, ഇത് ആര്? കോശിച്ചായന? ഇത് എവിടെ ആയിരുന്നു ഇത്രയും നാളും? നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോയിട്ട് വരാം. കോശിച്ചായ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ആയ കാലത്ത് ആളും അർത്ഥവും നൽകി ഞാൻ സഹായിച്ചിട്ടുണ്ട് ശേഖരൻകുട്ടിയുടെ അച്ഛനെ. അത് കോശിച്ചായൻ പറയണോ? ഇന്ന് ഞാൻ അല്പം ക്ഷീണത്തില. ഇതുവരെ ഞാൻ ഒന്നും തിരിച്ചു ചോദിച്ചിട്ടില്ല. ശേഖരൻകുട്ടി എന്നെ ഒന്ന് സഹായിക്കണം. പറയൂ കോശിച്ചായ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ശേഖരൻകുട്ടി, എനിക്കൊരു ബിസിനസ് പ്രപ്പോസൽ ഉണ്ട്. ഗഞ്ചാവ്, ബ്രൗൺ ഷുഗർ, ഹാഷിഷ്, ഹെറോയിൻ അന്താരാഷ്ട്ര വിപണികളുള്ള മയക്കുമരുന്നുകൾ. ഇവിടെ ഗഞ്ചാവ് സുലഭമായി കിട്ടും. അതിനെ ഹാഷിഷ് ആക്കാനുള്ള പ്രോസസ് എനിക്കറിയാം. 1 കിലോ ഹെറോയിന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ 4 ലക്ഷം രൂപ വില കിട്ടും. നമുക്ക് ചിലവ് 25,000 രൂപയും. 1 കിലോ സ്വർണം വിറ്റാൽ കിട്ടുന്ന ലാഭത്തെക്കാളും 200 ഇരട്ടി. സ്വാഭാവികമായും ലാഭം കൂടുമ്പോൾ റിസ്ക്കും കൂടും, ഒപ്പം ശത്രുക്കളും. അതുകൊണ്ട് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ ഇല്ലാതെ എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അതിന് എനിക്ക് ശേഖരൻകുട്ടിയുടെ സഹായം വേണം. അതുകൊണ്ട് ശേഖരൻകുട്ടിക്കുള്ള ഗുണം 50-50 ഇൻ റിസ്ക് ആൻഡ് കോസ്റ്റ്. പുതിയൊരു ഏർപ്പാടാ. എനിക്കൊന്ന് ആലോചിക്കണം കോശിച്ചായ. നോ, നമുക്ക് ഈ ബിസിനസ് വേണ്ട. എന്താ കാര്യം? നെർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. സ്വർണമോ മറ്റുള്ള സാധനങ്ങൾ പോലെയല്ല മയക്കുമരുന്ന്. ഇറ്റ്സ് എ കില്ലർ ഡ്രഗ്. ആളെ കൊല്ലി. ലക്ഷക്കണക്കിന് ആളുകളുടെ ക്ഷാമം ഏൽക്കേണ്ടി വരും. എന്ത് ലാഭം കിട്ടിയാലും നമ്മൾ ഈ ബിസിനസ് ചെയ്യില്ല. കള്ളക്കടത്തുകാരനും കരിഞ്ചന്തക്കാരനും സമൂഹത്തോട് എന്ത് ബാധ്യതയാണുള്ളത്? എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കാൻ നേരത്താ അവന്റെ ഒരു ആദർശം. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കിയാൽ മതിയെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. മാമാ പണി ചെയ്യാം. ശരിയാ, ഡീസന്റ് കാര്യം. ഒരാൾ ഒരു പ്രപ്പോസലും കൊണ്ടുവന്നു, നിന്നോട് അഭിപ്രായം ചോദിച്ചു. നിനക്കിഷ്ടമില്ലാത്ത എനിക്കും വേണ്ട. എനിക്കല്ല, നമുക്ക് വേണ്ട. വേദനിച്ചോ? നോ, లేదండి. മരവിച്ചുപോയി, മറുത്തുപോയണ്ടേ. അവനോടുള്ള ദേഷ്യം തീർത്തതാ. അവന് കിട്ടേണ്ടതായിരുന്നു. എന്നാലും കിട്ടിയത് എനിക്കാണല്ലോ. എടാ ചാണക്യ, ഈ സാഗറിന് എന്താ ഒരു മാറ്റം? അവൻ നന്നാവാൻ തീരുമാനിച്ചോ? എനിക്കത് നേരത്തെ തോന്നിയതാ. ഒരുത്തൻ നന്നാവുന്നതും നശിക്കുന്നതും പെണ്ണ് കാരണമാണെന്ന് കേട്ടിട്ടില്ലേ? ഇവിടെ സംഭവിച്ചിരിക്കുന്നു അതാ. അന്ന് വീക്കിലി ന്യൂസ് വന്നതിനെ കുറിച്ച് അവളോട് ചോദിക്കാമെന്ന് പറഞ്ഞപ്പോ എന്താ ജാക്കി പറഞ്ഞത്? പോട്ടേന്ന്. അതിന് അവനെ കുറിച്ചല്ലേ ന്യൂസ് വന്നത്? അതെ. അതുകൊണ്ട് ആർക്കാ നഷ്ടം? ജാക്കി എവിടെ ആർക്കറിയാം? അതിലെന്താ എഴുതിയിരുന്നത്? അധോലോക നേതാവും കള്ളക്കടത്തുകാരനുമായ ജാക്കിയുടെ സഹായം കൊണ്ട് മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു. അപ്പൊ നാണക്കേട് ആർക്കാ? അച്ഛന്. നീ നൈന. പിന്നെന്തിനാ അവൻ എതിർക്കുന്നു? പോട്ടെ എന്ന് പറയാമല്ലോ. ശേഖരൻകുട്ടിക്ക് അറിയാമോ, ആ പെണ്ണ് എപ്പോ നോക്കിയാലും അവന്റെ വീട്ടിൽ തന്നെ. താൻ കണ്ടോ? കണ്ടോന്നോ? അന്ന് അവനെ വിളിക്കാൻ അവന്റെ വീട്ടിൽ ചെന്നില്ലേ? അന്ന് ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ.
എന്ത് കളിയും ചിരിയും ആയിരുന്നു രണ്ടുപേരും കൂടി. ഞാനൊരുത്തൻ അവിടെ നിപ്പുണ്ടെന്ന വിചാരമേ അവർക്കില്ല. ശേഖരൻകുട്ടി, തനിക്ക് ശക്തിയേ ഉള്ളൂ, ബുദ്ധിയില്ല. അത് അവന്റെ കയ്യില്ല. അവൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ആ ബിസിനസ് വേണ്ടെന്ന് വെച്ചാൽ അതിന്റെ നഷ്ടം ആർക്കാ? തനിക്കും കോശിക്കും. ആരാടാ ബിസിനസ് വേണ്ടാന്ന് വെച്ചത്? ശേഖരൻകുട്ടിക്ക് ബുദ്ധി ഉണ്ടോന്ന് കാണിച്ചു കൊടുക്കാം. ലോറൻസ്, ഒരു ഗ്ലാസ് എടുക്ക. താനെന്താ വല്ലാതിരിക്കുന്നത്? എന്തു പറ്റി? ചാകര വന്നോ? കസ്റ്റംസുകാര് വല്ല കുഴപ്പമുണ്ടാക്കിയോ? പിന്നെ എന്താന്ന് വെച്ചാ പറയൂ. ശേഖരൻകുട്ടി ചതിച്ചു. ശേഖരൻകുട്ടിയും ആ കിഴക്കൻ ക്രിസ്ത്യാനിയും ചേർന്ന് പങ്കുവച്ചോടം തുടങ്ങി. തനിക്കും തുടങ്ങിയോ ആ ചാണക്യന്റെ അസുഖം? പരദൂഷണം പറച്ചിൽ. ഞാൻ ആരോട് ആരെ പറ്റിയാ പറയുന്നത് എനിക്ക് നല്ലോണം അറിയാം. പരിപൂർണ ബോധ്യമില്ല, ഞാൻ ഒന്നും പറയില്ല. എവിടെ അവരുടെ സ്ഥലം? നമ്മുടെ പഴയ സ്ഥലം തന്നെ, റോക്ക്ഫോർട്ട് ഗാർഡൻസ്. ഈ മീൻ്റെ അകത്തെ പണി കൊള്ളാലോ കോശ. ഇനി എന്തെല്ലാം പണി കിടക്കുന്നു. കോശ, നമ്മൾ ദുബായിക്ക് പോകുന്ന പിള്ളേരുടെ കയ്യിൽ ഇത് കൊടുത്തയക്കുമ്പോൾ അവർക്ക് വല്ല സംശയവും തോന്നിയാലോ? ഏയ്, നമ്മൾ റിക്രൂട്ട് ചെയ്ത് അയക്കുന്ന പിള്ളേരല്ലേ, കമാന്നൊരു അക്ഷരം മിണ്ടില്ല, പറയുന്നത് പോലെ ചെയ്തോളൂ. ഇനി കസ്റ്റംസുകാർക്ക് വല്ലതും? നോർമൽ കേസിൽ ഇതൊന്നും അവർ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇനി അഥവാ ചെക്ക് ചെയ്താൽ തന്നെ ശേഖരൻകുട്ടിയല്ലേ കൂടെ ഉള്ളത്. അത് ശരി. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എങ്ങനെയുണ്ട് പുതിയ പങ്കുവച്ചോടം? വഞ്ചനയും ചതിയും ഞാൻ വെച്ചു ഉറപ്പിക്കില്ല. ഇവിടെ ഒരു നിയമമേ ഉള്ളൂ. അത് നീ ആയിരുന്നാലും ശരി, ഞാനായിരുന്നാലും. നീ തന്നെ പറഞ്ഞ വാചകമാണിത്. പറഞ്ഞത് അബദ്ധമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് അല്ലേ? ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, ചതിച്ചിട്ടുമില്ല. നിനക്കിഷ്ടമില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? എനിക്കിഷ്ടമല്ലാത്തത് നിനക്കും വേണ്ടെന്ന് അല്ലേ? നട്ടലുള്ള ആണായിരുന്നെങ്കിൽ നീ അന്ന് പറയണമായിരുന്നു നീ ഇത് ചെയ്യുമെന്ന്. എനിക്കിപ്പോഴൊരു കാര്യം അറിയണം. നീ തുടങ്ങിയ പുതിയ ബിസിനസ് നിർത്താൻ തയ്യാറാണോ അല്ലയോ എന്ന്. നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. 4 കാശിന് വിലയില്ലായിരുന്ന നിന്നെ ജാക്കിയാക്കിയത് ഞാനാണ്. നീ ശേഖരൻകുട്ടിയെ ഒരു ചുക്കും ആക്കിയിട്ടില്ല. ഡോണ്ട് ട്രൈ ടു ബോസ് മീ. നീ എന്റെ വലിയ സുഹൃത്താണെന്ന വിചാരം ഉണ്ടെങ്കിൽ അതം കളഞ്ഞേര്. യു ആർ ഓൺലി മൈ ബിസിനസ് പാർട്ട്ണർ. ഇപ്പോഴെങ്കിലും പറഞ്ഞത് നന്നായി. നമുക്ക് പിരിയാം. Come on, we will part. ബുദ്ധിമുട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വന്ന് പാർട്ട്ണർഷിപ്പ് പിരിയണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. നടക്കണം, അല്ലെങ്കിൽ നടത്തും. ഇന്നു മുതൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ജാക്കി, യു വിൽ റിഗ്രറ്റ്. 32 ചേരിക്കാരുടെയും ആ പത്രക്കാരി പെണ്ണിന്റെയും പിൻബലത്തിലാണ് നീ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവർ നിന്നെ തള്ളി പറയും. ശേഖരൻകുട്ടി, നീ മന്ത്രിയുടെ അല്ല ചക്രവർത്തിയുടെ മകനായാലും ശരി, നിന്റെ പെറുക്കിത്തരം നിന്നെ വിട്ടുപോകില്ല. ഐ പിറ്റി യു ബാസ്റ്റർഡ്.